വാതരോഗമുള്ള വ്യക്തികളോട് പലപ്പോഴും അവരുടെ ഡോക്ടർമാർ പോലും വാതരോഗം കാരണം ഹൃദയത്തിന് റിസ്ക് ഉണ്ടെന്നുള്ള കാര്യം പലപ്പോഴും പറയാൻ മറക്കാറുണ്ട്. വാതരോഗികൾ പലപ്പോഴും അവരുടെ വേദനകൾ ചികിത്സിക്കുമെങ്കിലും വാതരോഗം കാരണം ഹൃദയത്തിന് വരുന്ന ഡാമേജ് തടയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാറുണ്ടോ, അതിനെക്കുറിച്ച് അറിയാറുണ്ടോ? നമുക്ക് നോക്കാം. പല വാതരോഗങ്ങളും ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ പ്രതിരോധ ശക്തിയുടെ പ്രശ്നങ്ങൾ കൊണ്ട് സംഭവിക്കുന്നതാണ്. നമ്മുടെ ശരീരത്തിന് ഒരു അറ്റാക്ക് കിട്ടുന്നത് തടയാൻ വേണ്ടിയിട്ടുള്ള പ്രതിരോധ സിസ്റ്റം അതിന് പകരമായിട്ട് നമ്മുടെ ശരീരത്തെ തന്നെ ഒരു ശത്രുവായി കണ്ട് സ്വയം അറ്റാക്ക് ചെയ്യുന്ന ഒരു പ്രവണത, ഇതിനെ നമ്മൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയും. ഇതാണ് പലപ്പോഴും വാതരോഗങ്ങൾ ഉണ്ടാക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ തന്നെ ഈ പട്ടാളം, നമ്മുടെ സ്വന്തം ആർമി, നമ്മുടെ ഹൃദയത്തെയും രക്തധമനികളെയും ബോംബിട്ട് തകർക്കുകയാണ്. ഇത് ഒരു ക്രോണിക് ലോ ഗ്രേഡ് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നു. എന്ന് വെച്ചാൽ പുകയുന്ന രീതിയിലുള്ള ഒരു നീർക്കെട്ട്. ഈ നീർക്കെട്ട് കാരണം രക്തധമനികൾക്കകത്തെ പാളികളിൽ എൻഡോത്തീലിയൽ ഡിസ്ഫങ്ഷൻ സംഭവിക്കുകയാണ്. പതുക്കെ പതുക്കെ അത് പ്ലാക്കുകൾ ഉണ്ടാക്കുന്നുണ്ട്. ചില ആളുകൾക്കെങ്കിലും അത് ഹാർട്ടിലെ ബ്ലോക്ക് ആയിട്ട് മാറുകയാണ്. രണ്ടാമത്തെ പ്രശ്നം LDL എന്ന് പറയുന്ന ചീത്ത കൊളസ്ട്രോളിന്റെ ഏറ്റവും അപകടകരമായ വകഭേദം, അതായത് ഓക്സിഡൈസ്ഡ് LDL ഇങ്ങനെയുള്ള വ്യക്തികളിൽ കൂടുതലായിട്ട് രൂപപ്പെടുകയാണ്. മൂന്നാമത്തത് ഹൃദയത്തിനകത്തുള്ള വാൽവുകളുടെ കട്ടി കൂടുകയാണ്, ഡാമേജ് വരികയാണ്. നാലാമത്തെ പ്രശ്നം, പല ആളുകൾക്കും ഹൃദയത്തിന് പുറമെയുള്ള ഒരു പാളി, പെരികാർഡിയം, ഈ പെരികാർഡിയത്തിന് നീർക്കെട്ട് സംഭവിക്കുകയാണ്. അഞ്ചാമത്തെ പ്രശ്നം, ചില ആളുകൾക്കെങ്കിലും ഹൃദയത്തിന്റെ മസിലുകൾക്ക് കേടുവന്ന് ഹാർട്ട് ഫെയിലിയർ വരെ സംഭവിക്കാം. ഡോക്ടർമാർ നിങ്ങളോട് പലപ്പോഴും പറയാൻ മറക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? വാതരോഗമുള്ള ഒരു വ്യക്തിക്ക് ഡയബറ്റീസ് ഉള്ള ഒരു വ്യക്തിയെ പോലെ തന്നെ ഹൃദയത്തിന് റിസ്ക് ഉണ്ട് എന്നുള്ള കാര്യം. പക്ഷെ വ്യത്യാസം എന്താണ്? ഡയബറ്റീസ് ഉള്ള ഒരു വ്യക്തി പലപ്പോഴും കൃത്യമായ ഇടവേളകളിൽ ഹാർട്ട് ചെക്ക് ചെയ്യാറുണ്ട്. എന്നാൽ വാതരോഗമുള്ള വ്യക്തി അങ്ങനെ ടെസ്റ്റ് ചെയ്യാറുണ്ട് ഇല്ല. വാതരോഗമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട 4 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തേത്, നിങ്ങളുടെ ഡോക്ടറോട് ചോദിക്കാം, ഹാർട്ടിന്റെ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യേണ്ട സമയമായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ECG, എക്കോ തുടങ്ങിയ ടെസ്റ്റുകൾ ചിലർക്കെങ്കിലും ആവശ്യമായിട്ട് വരും. രണ്ടാമത്തെ കാര്യം, ആന്റി ഇൻഫ്ലമേറ്ററി ജീവിതശൈലിയിലേക്ക് മാറും. എന്ന് വെച്ചാൽ omega-3 ഫാറ്റി ആസിഡ് ഉള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക, അൾട്രാ പ്രോസസ്ഡ് ഷുഗർ കൂടുതലുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക, ഡെയിലി വ്യായാമം ചെയ്യുക, കൃത്യമായ ഉറക്കം നിലനിർത്തുക. മൂന്നാമത്തെ കാര്യം, വാദത്തിന്റെ മരുന്നുകൾ, ഇമ്മ്യൂണോസപ്രസൻസ് ഡോക്ടർ പറയുന്ന അളവിൽ കൃത്യമായിട്ട് കഴിക്കുക. ഈ മരുന്നുകളുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ വാദം ചികിത്സിക്കുന്നതിനോടൊപ്പം ഹൃദയത്തിന് റിസ്ക് വരാനുള്ള സാധ്യത മാറ്റിക്കളയുന്നുണ്ട്. നാലാമത്തെ കാര്യം, കിതപ്പോ കാലില് നീരോ നെഞ്ചിടിപ്പോ അസാധ്യമായ ക്ഷീണമോ ഉണ്ടെങ്കിൽ ഹാർട്ട് ചെക്ക് ചെയ്യാൻ മടിക്കരുത്. ചുരുക്കി പറഞ്ഞാൽ ഹൃദയത്തിനുള്ള ഡാമേജ് വാതരോഗികളിൽ ചെറുപ്രായത്തിൽ തന്നെ സംഭവിക്കാം. എന്നാൽ കൃത്യസമയത്ത് അത് കണ്ടുപിടിക്കുകയാണെങ്കിൽ അപകടങ്ങളിൽ നിന്നും തീർച്ചയായിട്ടും നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സാധിക്കും.